ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ 1 മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി. ഇവിടെ മീനം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവാധിപനാണ്, രോഗാധിപനാണ്, ശത്രുപതിയാണ്. അത് 4ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ലതാണോ? നല്ലതല്ല. അവിടെ ഏതാനും ദിവസം സൂര്യനോടുകൂടി ബുധനുണ്ട്. എങ്കിലും ജൂലൈ 15 വരെ വളരെ ശ്രദ്ധിക്കണം മീനൻ രാശിക്കാർ. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ വിസുഖ, സുഖം വളരെ കുറയുക. പീഡിതമാനസം യസ്യ, മനപ്പീഡ വളരെയധികം ഉണ്ടാകും. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഏകാഗ്രതയോടെ ഡ്രൈവിംഗ് ചെയ്യണം. പലപ്പോഴും വാഹന അപകടങ്ങളുണ്ടാകും. ഡ്രൈവിങ്ങിൽ പാളിച്ചകൾ വരാം, ശ്രദ്ധിക്കണം. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, തുരിയേ ദിനേശതി ശോഭാധികാര ജനസമ്പ്രജയ വിഗ്രഹം ബന്ധുതോ. തൻ്റെ അങ്ങേയറ്റം ശോഭ കാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് കലഹിക്കുമെന്ന് ഫലം പറഞ്ഞു. ഇവിടെ നല്ലൊരു തുടക്കമാണ്. ആർക്ക്? മീനം രാശിക്കാർക്ക്. വ്യാഴം 5ൽ നിൽക്കുന്നു, 5ൽ ശുക്രനുമുണ്ട്. തൻ്റെ അത്യന്തം ശോഭ കാരണം, തൻ്റെ ആക്ഷൻ കാരണം പലർക്കും തന്നോട് അസൂയ തോന്നും. ബന്ധുക്കളും ജനങ്ങളും കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനസമ്പ്രജയ വിഗ്രഹം ബന്ധുതോപി, ബന്ധുക്കളും കലഹിക്കും. 4ാം ഭാവം എന്നാൽ മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ, അമ്മാവന്മാർ, സുഹൃത്തുക്കൾ, മരുമക്കളൊക്കെയാണ്. അവിടെ ശത്രുപതിയായ സൂര്യൻ നിൽക്കുമ്പോൾ അമ്മാവന്മാർ, മരുമക്കൾ ഒക്കെ ശത്രുക്കളായി മാറും. അതാണ് കുടുംബത്തിൽ കലിയുണ്ടാകും. പ്രവാസി താൻ ദേശം വിട്ടുപോകും. വിവക്ഷാഹവേ മാനഭംഗം, ശത്രുവായുള്ള യുദ്ധത്തിൽ തൻ്റെ മാനത്തിന്, അഭിമാനത്തിന് ഭംഗമുണ്ടാകും. തനിക്ക് ശത്രുവിനെ ജയിക്കുവാൻ കഴിയില്ല. ശത്രു തൻ്റെ മുകളിൽ വിജയം നേടും. കഥാചിന്ന ശാന്തം ഭവേത്തസ്യ ചേതഃ, ഒരിക്കലും മനസ്സിന് ശാന്തി ഉണ്ടാകില്ല. കാരണം 4ാം ഭാവം നിങ്ങളുടെ സുഖസ്ഥാനമാണ്. ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടും. ഹൃദയമിടിപ്പ് വളരെ കൂടുതലായിരിക്കും. ഹൃദ്രോഗികൾ വളരെ ശ്രദ്ധിക്കണം. ഹൃദയസംബന്ധമായ ബുദ്ധിമുട്ടുകളെ ജാഗ്രത പാലിക്കണം. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്രകാരം ശത്രുദോഷ പരിഹാരമായി മൃത്യുഞ്ജയം ചെയ്യുക. മൃത്യുഞ്ജയ ഹവനം ഖലു സർവരുജാം ശാന്തയെ വിധേയം സ്യാത്.
എല്ലാ രോഗങ്ങളുടെയും ശാന്തിക്ക് മൃത്യുഞ്ജയം നല്ലതാണ്. തീവ്രതയിലെ ആഭിചാരേ, വലിയ ആഭിചാരദോഷം ശത്രുദോഷം വന്നാലും വലിയ പരിഹാരമാണ് മൃത്യുഞ്ജയം എന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ശോഭനമായ നല്ലൊരു ആദിത്യൻ സഹായിക്കട്ടെ മീനൻ രാശിക്കാരെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.